തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയ്ക്ക് സമീപത്തായിട്ടുള്ള വടക്ക് പുതുവേട്ടൈ എന്ന സ്ഥലത്ത് താമസിച്ചു വന്നിരുന്ന വ്യക്തിയായിരുന്നു 60 വയസ്സ് മാത്രം പ്രായമുള്ള രാജേന്ദ്രൻ. രാജേന്ദ്രന് ഭാര്യയും ഒപ്പം തന്നെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. ആ 3 കുട്ടികളിൽ 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുമായിരുന്നു. രണ്ടാമതായി ജനിച്ച വേൽവിളി എന്ന് പറയുന്ന പെൺകുട്ടി 2018 തന്റെ നഴ്സിംഗ് പഠനമെല്ലാം പൂർത്തിയാക്കി വീട്ടിൽ തിരിച്ചെത്തുകയാണ്. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അവളുടെ മാതാപിതാക്കൾക്കും ഒപ്പം തന്നെ സഹോദരങ്ങൾക്കും കൈത്താങ്ങാവാൻ വേണ്ടി അവർ ഒരു ജോലി അന്വേഷിച്ചു വരികയായിരുന്നു. അങ്ങനെ പത്രത്താളുകളെല്ലാം പരന്നതിനിടയിൽ ചെന്നൈയിലുള്ള ഒരു ഏജൻസിയിൽ ജോലി ഒഴിവുണ്ടെന്ന് അറിയുകയാണ്. ഉടൻ തന്നെ ആ ഏജൻസിയിലേക്ക് വേൽവിളി കോൾ ചെയ്യുകയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ ആ ഏജൻസിയിൽ നിന്ന് പറഞ്ഞത് ഇപ്പോൾ ആളെ എടുക്കുന്ന സമയമാണെന്നാണ്. തന്റെ കുടുംബാംഗങ്ങളുടെ അനുവാദം മേടിച്ചുകൊണ്ട് വേൽവിളി ഒട്ടും താമസിക്കാതെ ചെന്നൈയിലേക്ക് ബസ് കയറുകയാണ്. ഈ ഏജൻസി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലുള്ള സൂളൈമേട്ടിലാണ്. അവിടെ എത്തിയ വേൽവിളിക്ക് വീരപാണ്ഡി നഗറിൽ താമസ സൗകര്യം കമ്പനി തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. വരും ദിവസങ്ങളിലുള്ള ഇന്റർവ്യൂകളിലെല്ലാം തന്നെ പങ്കെടുപ്പിക്കാമെന്നും അവർ വാക്ക് നൽകി. വീരപാണ്ഡി നഗറിലുള്ള ആ അപ്പാർട്ട്മെന്റിൽ വേൽവിളിയെ കൂടാതെ മറ്റ് 5 പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏജൻസി പറഞ്ഞ രീതിയിൽ തന്നെ പല ഇന്റർവ്യൂകളിലും വേൽവിളിയെ പങ്കെടുപ്പിക്കുകയാണ്. ഒട്ടും വൈകാതെ വേൽവിളിക്ക് നല്ലൊരു ജോലിയും ലഭിച്ചു. വീട്ടിൽ അസുഖം ബാധിച്ചു കിടക്കുന്നവരെ അവിടെ ചെന്ന് ശുശ്രൂഷിക്കുന്ന ജോലിയായിരുന്നു ഈ ഏജൻസി എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. മകൾക്ക് ജോലി ലഭിച്ചതിൽ വേൽവിളിയുടെ വീട്ടുകാർക്ക് വളരെയധികം സന്തോഷമായി. എന്നാൽ അവർക്ക് അറിയില്ലായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ താങ്കളുടെ സന്തോഷത്തിനുള്ളൂ എന്ന്. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച വേൽവിളി എല്ലാ ദിവസവും തന്റെ മാതാപിതാക്കളെ വിളിക്കുന്ന ശീലമുണ്ടായിരുന്നു. കറക്റ്റായി പറഞ്ഞാൽ തീയതി 2018 ഏപ്രിൽ 5-ാം തീയതി എന്നത്തെയും പോലെ തന്നെ വേൽവിളി തന്റെ പിതാവിനെ വിളിച്ച് കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം തന്നെ തിരക്കി സന്തോഷത്തോടെ ഫോൺ വയ്ക്കുകയാണ്. ആ ഫോൺ സംഭാഷണം അവസാനിക്കുമ്പോൾ രാജേന്ദ്രനോ ഒപ്പം തന്നെ കുടുംബത്തിലെ മറ്റാർക്കും തന്നെ അറിയില്ലായിരുന്നു വേൽവിളിയുമായി തങ്ങൾ നടന്ന അവസാനത്തെ സംഭാഷണമാണിത്. അങ്ങനെ ഏപ്രിൽ 6-ാം തീയതി അന്ന് സാധാരണ രീതിക്ക് വേൽവിളിയുടെ ഫോൺ ഒന്നും വരാത്തതുകൊണ്ട് പിതാവ് രാജേന്ദ്രൻ വേൽവിളിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഫോണിന്റെ ചാർജ് തീർന്നു പോയതായിരിക്കും എന്ന് വിചാരിച്ച രാജേന്ദ്രൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വേൽവിളിയെ വിളിക്കുകയാണ് ഏപ്രിൽ 6-ാം തീയതി. എന്നാൽ ആദ്യത്തെ മറുപടി തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്, അതായത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതിൽ പരിഭ്രാന്തി തോന്നിയ അദ്ദേഹം അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ അവരും പറഞ്ഞത് ഞങ്ങൾ ഇന്നലെയാണ് വേൽവിളിയെ അവസാനമായി കണ്ടത്, ഞങ്ങളും ഫോൺ വിളിച്ചിരുന്നു, സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്, എവിടെയാണെന്നുള്ളത് അറിയില്ല എന്ന് പറയുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ഏജൻസിയായി ബന്ധപ്പെട്ടപ്പോഴും അവരും പറഞ്ഞത് വേൽവിളിയെ കുറിച്ച് ഒരു അറിവുമില്ല, വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ്. ഇത് എല്ലാം കൂടി കേട്ടപ്പോൾ രാജേന്ദ്രൻ ആകെ പരിഭ്രാന്തി വന്നതാണ്. ഒട്ടും സമയം കളയാതെ അദ്ദേഹം നേരെ ചെന്നൈയിലെ സൂളമേട്ടിലേക്ക് എത്തുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ആ ഏജൻസിയിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർക്ക് കൂടുതലായി ഒന്നും തന്നെ അറിയില്ലെന്ന് പറഞ്ഞു. തിരിച്ച് വേൽവിളി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് അവിടെ താമസിക്കുന്ന മറ്റു പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ അവരും ആദ്യം പറഞ്ഞ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. ഉടൻ തന്നെ രാജേന്ദ്രനും ഒപ്പം തന്നെ ഏജൻസിയിലുള്ളവരും ചേർന്ന് സൂളൈമേട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി ഫയൽ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് വേൽവിളിക്ക് സംഭവിച്ചത്? പോലീസിന് അവളെ കണ്ടെത്താൻ സാധിച്ചു. 2018 തമിഴ്നാടിനെ വിറപ്പിച്ച ഒരു കേസിന് പുറകെയാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്. എല്ലാവർക്കും ക്രൈം ഡിറ്റക്റ്റീവ് രബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. എന്റെ പേര് രബിൻ. ഈ കേസ് ഫയലിൽ സ്വീകരിച്ച പോലീസ് വളരെ കാര്യമായി തന്നെ അന്വേഷണം ആരംഭിക്കുകയാണ്. ആ ഏജൻസിയിലുള്ള എല്ലാവരും തന്നെ ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ അപ്പാർട്ട്മെന്റിൽ വേൽവിളിയോടൊപ്പം താമസിക്കുന്ന പെൺകുട്ടികളെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഏതാണ്ട് ഈ 2 കൂട്ടരുടെ മൊഴികളും ഒന്നായതിനാൽ തന്നെ പോലീസിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് അവർ ഒരാളെ കൂടി കാണുന്നത്. ആ ആളുടെ പേര് അജിത് കുമാർ എന്നായിരുന്നു. അയാളും ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ 5 പേരിൽ ഒരു പെൺകുട്ടിയായിട്ടുള്ള മഹാലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവാണ് അജിത് കുമാർ. എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തില് പോലീസ് അജിത് കുമാറിനെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അജിത് കുമാർ പറഞ്ഞൊരു പോയിന്റ് പോലീസിന് ഒരു വഴിത്തിരിവായി തോന്നുകയാണ്. അയാൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈ വേൽവിളിയെ താൻ കാണുമ്പോഴെല്ലാം തന്നെ ആ പെൺകുട്ടി ആരെങ്കിലുമായി സംസാരിച്ച് നിൽക്കുകയായിരിക്കും. തനിക്ക് ഉറപ്പുണ്ട് ഈ വേൽവിളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലവ് അഫെയർ ഉണ്ടാവാമെന്ന് തീർത്ത് ഇയാൾ പറയുകയാണ്. ഇത്രയും നേരം എല്ലാവരെയും ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് ആകെ ഒരു ബ്രേക്ക് ത്രൂ ആയി കിട്ടിയ ഒരു മൊഴി എന്ന് പറയുന്നത് ഇയാൾ പറഞ്ഞ ഈ ഫോൺ സംഭാഷണം മാത്രമാണ്. അതിനാൽ തന്നെ പോലീസ് ഉടൻ തന്നെ ഈ വേൽവിളിയുടെ കോൾ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കുകയാണ്. അങ്ങനെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യം പച്ചക്കള്ളമാണ്. അങ്ങനെ പറയാൻ കാരണം തന്റെ മാതാപിതാക്കളെ അല്ലാതെ വളരെ റാൻഡമായിട്ട് ഏജൻസിയിലേക്കും കൂട്ടുകാരികളെയും മാത്രമേ ഈ പെൺകുട്ടി ഈ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല അവസാനമായി അവളുടെ ലൊക്കേഷൻ കാണിക്കുന്നതും ഇതേ അപ്പാർട്ട്മെന്റ് തന്നെയാണ്.
അങ്ങനെയുള്ളപ്പോൾ എന്തിനായിരിക്കും ഈ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി വലിയൊരു കള്ളം താങ്കളോട് പറഞ്ഞതെന്ന് പോലീസ് കാര്യമായി തന്നെ ചിന്തിക്കുകയാണ്. ഇയാളിൽ എന്തോ ഒരു സംശയം തോന്നിയ പോലീസ് ഒട്ടും സമയം കളയാതെ തന്നെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് വിധേയനാക്കുകയാണ്. അങ്ങനെ വിധേയനാക്കിയപ്പോൾ പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ്. അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ചുപോയി. ഈ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ പാലക്കാടിനടുത്ത് പളനിയാർപാളയം എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. തന്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ജോലികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം സജീവമായിരുന്ന ഇയാൾ മഹാലക്ഷ്മിയെ ഓൺലൈൻ വഴി പരിചയപ്പെടുന്നത്. തനിക്ക് നല്ല ജോലിയാണെന്നും നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെന്നെല്ലാം പറഞ്ഞ് മഹാലക്ഷ്മിയെ തന്റെ വലയിലാക്കിയാണ്. അങ്ങനെ മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഈ അജിത് കുമാറിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി ഇവർ രണ്ടുപേരും നാട് വിട്ടുപോയി കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ചെന്നൈയിലെ ഈ സൂളമേട്ടിലുള്ള ഏജൻസിയിൽ വന്ന് ചേരുകയാണ്. മഹാലക്ഷ്മിയും പഠിച്ചത് നേഴ്സിംഗ് ആയതിനാൽ തന്നെ അവിടെ ജോലി കിട്ടാൻ അത്ര വലിയ പാടുണ്ടായിരുന്നില്ല. മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തിയപ്പോൾ അയാൾക്കും അവിടെ ഡ്രൈവറായി ഒരു ജോലിയിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുകയാണ് ആ മാനേജ്മെന്റ്. എന്നാൽ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ജോലിയിൽ തുടരാൻ താല്പര്യം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ അയാൾ ഒരു ദിവസം വേൽവിളിയോട് പറഞ്ഞു, ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണ്, എനിക്ക് മറ്റൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. മഹാലക്ഷ്മി വിചാരിച്ചു അയാളുടെ ഇഷ്ടം എന്താണോ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യട്ടെ എന്നും പറഞ്ഞ് മഹാലക്ഷ്മി അതിന് മൗനസമ്മതം കൊടുത്തു. എന്നാൽ ആ ജോലിയിൽ ഒട്ടും തന്നെ കംഫർട്ട് അല്ലായിരുന്നതുകൊണ്ട് അയാൾ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ബാക്കിയുള്ള സമയം തന്റെ കൂട്ടുകാരോടൊപ്പവും അവിടെ ഇവിടേക്ക് ചുറ്റിക്കറങ്ങി മഹാലക്ഷ്മി വരുന്ന സമയത്ത് വീട്ടിലേക്ക് വരുമായിരുന്നു. മാസാവസാനമാവുമ്പോൾ സാലറി എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അയാൾ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ കടം മേടിച്ച് തന്റെ സാലറി ആണെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയെ ഏൽപ്പിക്കുകയും പതിവായിരുന്നു. ഇങ്ങനെ അജിത് കുമാറും മഹാലക്ഷ്മിയും ജീവിച്ചു പോകുന്നതിനിടയിലാണ് വേൽവിളി എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ജോലിയിൽ വരുന്നത്. വേൽവിളിയും മഹാലക്ഷ്മിയും പെട്ടെന്ന് തന്നെ നല്ല സുഹൃത്തുക്കളായി മാറി. അജിത് കുമാറിനെ വേൽവിളി തന്റെ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഇയാൾ ഇടയ്ക്കൊക്കെ മഹാലക്ഷ്മി പോയി കഴിയുമ്പോൾ വേൽവിളിയുടെ അപ്പാർട്ട്മെന്റിൽ പോയിട്ട് അരിയും പരിപ്പും അങ്ങനെ മറ്റു ചെറിയ പലവ്യഞ്ജന സാധനങ്ങളെല്ലാം കടം മേടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഒരു ദിവസം മഹാലക്ഷ്മിയോട് വേൽവിളി സംസാരത്തിനിടയിൽ ഈ കാര്യം പറയുകയാണ്. ചേച്ചി പോയി കഴിയുമ്പോൾ അണ്ണൻ എൻ്റെ അടുത്ത് വന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം മേടിക്കാറുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ട ആകെ ആശ്ചര്യം തോന്നിയ ആ മഹാലക്ഷ്മി ഇവൾ പോയ ശേഷം തന്റെ ഭർത്താവിനെ വിളിച്ച് ശകാരിക്കുകയാണ്. ഇനി മേലാൽ ഇത്തരത്തിൽ ഒരു കാര്യങ്ങളും തന്നെ ഈ അപ്പാർട്ട്മെന്റിൽ ആരോടും ചോദിക്കരുതെന്നും തന്റെ മാനം കളയരുതെന്നും അവൾ അയാളോട് പറയുകയുണ്ടായി. അങ്ങനെ മാർച്ച് മാസം അവസാനിച്ച് ഏപ്രിലിന്റെ ആദ്യ വാരത്തിലേക്ക് വരുവാണ്. സ്വാഭാവികമായി തന്നെ മഹാലക്ഷ്മി അജിത് കുമാറിനോട് സാലറി എവിടെയെന്ന് ചോദിച്ചു. ഇത് കേട്ട് ആകെ പരിഭ്രാന്തനായിട്ടുള്ള അയാൾ അതും ഇതും പറഞ്ഞൊഴിയാൻ ശ്രമിച്ചെങ്കിലും മഹാലക്ഷ്മി കർശനമായി ചോദിച്ചപ്പോൾ അയാൾ അടുത്ത ദിവസം പറയുകയാണ്, ഏപ്രിൽ മാസം 9 തീയതിയാണല്ലോ നിന്റെ ബർത്ത്ഡേ, അപ്പൊ ഈ മാസം സാലറി നിനക്ക് വലിയൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, അതിനാൽ തന്നെ എന്നോട് സാലറിയെ കുറിച്ചൊന്നും ചോദിക്കരുതെന്ന് പറയുകയാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി മഹാലക്ഷ്മി അത് ഓക്കെ പറയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ ക്യാഷ് എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ള വലിയ ചിന്തയിലായിരുന്നു അജിത് കുമാർ. തന്റെ സുഹൃത്തുക്കളോടൊക്കെ തന്നെ പണം ചോദിച്ചാൽ ഇനി കിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അജിത് കുമാർ മറ്റേതെങ്കിലും വിധത്തിൽ പണം സമ്പാദിക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മഹാലക്ഷ്മി പോയി കഴിഞ്ഞപ്പോൾ വേൽവിളിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഇയാൾ. വേൽവിളിയോട് ചെന്നിട്ട് ഒരു 3000 രൂപ കടമായി എനിക്ക് തരണം, അടുത്ത മാസം ഞാൻ തിരിച്ചു തരാമെന്ന് പറയുകയാണ്. എന്നാൽ വേൽവിളി പറയുകയാണ്, ചേട്ടാ എൻ്റെ കയ്യിൽ ഇത്രയും ക്യാഷ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അജിത് കുമാർ ഒരു കാര്യം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല തരികയാണെങ്കിൽ ഞാൻ അടുത്ത മാസം ഇടിപ്പിച്ചു തരാം, ചേച്ചി അറിയണ്ട എന്നും പറയാണ്. ഇത് കേട്ട ആ പെൺകുട്ടിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നുവാണ്. അപ്പൊ തന്നെ ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല, എനിക്ക് ആകെയുള്ളത് ഈ ഒരു സ്വർണ്ണമാല മാത്രമാണ്, അതിനാൽ തന്നെ ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് അവൾ കർശനമായി തന്നെ പറയുകയാണ്. ഇത് കേട്ട് കുപിതനായിട്ടുള്ള അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി അവളുടെ കഴുത്തിൽ കിടന്ന് ഷാളിൽ പിടിച്ചു മുറുക്കി ആ റൂമിലേക്ക് തള്ളിക്കൊണ്ടുപോയി അവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. അയാൾ പെട്ടെന്നുണ്ടായിട്ടുള്ള തന്റെ വികാരത്തിന്റെ പുറത്ത് ചെയ്തു പോയതാണെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ ഒരിക്കലുമല്ല. അയാൾ ഇത്തരത്തിൽ ക്യാഷ് ചോദിച്ചിട്ട് അവൾ തന്നില്ല എങ്കിൽ അവളുടെ കഴുത്തിലെ സ്വർണ്ണമാല ലക്ഷ്യം വെച്ച് തന്നെയാണ് അയാൾ ആ റൂമിലേക്ക് പോയത്. സ്വന്തം സഹോദരന്റെ സ്ഥാനം നൽകി അജിത് കുമാറിനോട് സംസാരിക്കാൻ നിന്ന ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അയാൾ തന്നെ കൊലപ്പെടുത്താൻ വന്നതാണെന്ന്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നതിന് മുന്നേ ആ കുരുക്കുകൾ മുറുക്കി അവൾ മരണപ്പെട്ടിരുന്നു. അവൾ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാതിലെല്ലാം ലോക്ക് ചെയ്ത് സമീപത്തെ കടയിൽ പോയി ഒരു ഗാർബേജ് ബാഗ് മേടിച്ചു കൊണ്ടുവന്ന് അവളെ അതിലാക്കി വയ്ക്കുകയാണ്. വൈകിട്ട് 8:30 തന്നെ തൻ്റെ ഭാര്യ ഇവിടെ എത്തുമെന്ന്, അത് കഴിഞ്ഞാൽ ഈ ബോഡി ഡിസ്പോസ് ചെയ്യാന്നുള്ളത് വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ അയാൾ ഒട്ടും സമയം കളയാതെ അവളുടെ കയ്യിലെയും കഴുത്തിലെയും
മറ്റെല്ലാ സ്വർണ്ണാഭരണങ്ങളും അഴിച്ചെടുത്ത് ആ ബോഡി വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വലിച്ചുകൊണ്ടുപോയി ഒരു ഓട്ടയിൽ കയറ്റി കോയമ്പേട് മാർക്കറ്റിന് സമീപത്ത് ചെല്ലുകയാണ്. അങ്ങനെ മാർക്കറ്റിന് ചുറ്റും പുറവും പരതുന്നതിന് ഇടയിൽ അയാൾ ഒരു സമീപത്തായിട്ട് ഒരു വലിയ റോളർ കിടക്കുന്നത് കണ്ടു. ആ റോളറിന്റെ ഉള്ളിലേക്കാണ് പലരും വേസ്റ്റ് ഇടുന്നതെന്ന് മനസ്സിലാക്കി അജിത് കുമാർ തക്ക നോക്കി വേൽവിളിയുടെ ബോഡിയും അതിലേക്ക് ഡംപ് ചെയ്യുകയാണ്. തന്നെ സഹോദരനെ പോലെ കണ്ട ഒരു പെൺകുട്ടിയെ നിഷ്കരണം കൊന്ന് അവളുടെ ബോഡിയും ഡംപ് ചെയ്ത് അവളിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിറ്റ് തന്റെ ഭാര്യയ്ക്ക് ചെറിയൊരു സമ്മാനവും മേടിച്ച് യാതൊരു കൂസലുമില്ലാതെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അജിത് കുമാർ. എല്ലാവരും വേൽവിളിയെ അന്വേഷിച്ച് പരിഭ്രാന്തിയോടെ നടക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ കൂടെയും കൂടാൻ അജിത് കുമാർ മറന്നില്ല. അതുമാത്രമല്ല, അടുത്ത എല്ലാ ദിവസങ്ങളിലും തന്നെ ഈ കോയാമ്പേട്ടിലുള്ള മാർക്കറ്റിലെ ഈ റോളറിന് സമീപം ചെന്ന് ആ റോളറിന് ചുറ്റും അയാൾ നടക്കുമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്നുണ്ടോ എന്നെല്ലാം പരിശോധിക്കുമായിരുന്നു. എന്നാൽ വേസ്റ്റുകൾ ഒരുപാടധികം കുമിഞ്ഞു കൂടിയതിനാൽ തന്നെ ഈ ബോഡിയുടെ സ്മെല്ല് വലിയ കാര്യമായി തന്നെ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതും പോലീസ് മനസ്സിലാക്കി. സംഭവം നടന്ന് 12ാമത്തെ ദിവസം എല്ലാ തെളിവുകളോടും കൂടി അജിത് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കോയാമ്പേട്ടിലുള്ള ഈ റോളറിന് സമീപം വരികയാണ്. റോളറിൽ നിന്ന് വേൽവിളിയുടെ ബോഡിയും കണ്ടെടുക്കുകയാണ്. 12 ദിവസമായതിനാൽ തന്നെ ബോഡി നല്ല രീതിക്ക് ചീഞ്ഞ് മണം വരുന്നുണ്ടായിരുന്നു. ബോഡി തിരിച്ചറിയാൻ വേണ്ടി രാജേന്ദ്രനെ വിളിച്ചപ്പോൾ വിറങ്ങലിച്ച മനസ്സും വേയ്ക്കുന്ന കാലുമായിട്ട് അയാൾ ആ മൃതശരീരത്തിന് സമീപം ചെന്ന് ഇത് തന്റെ മകൾ തന്നെയാണെന്ന് പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു. ഇപ്പോഴും ഈ കേസിന്റെ അന്തിമ വിധി വന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് എല്ലാ പെൺകുട്ടികളോടുമായിട്ടാണ്. വീടിൽ നിന്ന് മാറി താമസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പരിചയപ്പെടുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ എന്തായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ ഒരുപാട് കാലത്തെ ബന്ധങ്ങളാണെങ്കിൽ പോലും ഓരോ വ്യക്തിയും എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഗാഢമായ സ്നേഹവും വിശ്വാസവും പുലർത്തുമ്പോൾ തന്നെ നമ്മൾ ജാഗ്രത പുലർത്താനും മറക്കരുത്. ഈ കേസിൽ ഈ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷ കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറന്നു പോകല്ലേ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ലൈക്കും കമന്റും കൂടി തന്നാൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ സജസ്റ്റായി പോകുമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ.